ഇല്ല, എനിക്ക് പുരിയില്ല. யாரடா നിങ്ങളെല്ലാം? അതായത് ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു ടീമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു ടീമേ ഈ IPL-ലുള്ളൂ. അത് ചെന്നൈ സൂപ്പർ കിങ്സാണ്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സന്മാരായ ടീമിനെ കൊണ്ടുവന്ന് കപ്പടിപ്പിക്കും. നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ട് ആ കളി മൊത്തം തൊപ്പിയിട്ട് പോകും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇപ്പോൾ പണ്ട് മുതലേ എനിക്ക് ഈ ചെന്നൈ സൂപ്പർ കിങ്സിനോട് അത്ര താല്പര്യം പോരാ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെന്നൈ സൂപ്പർ കിങ്സിനോടുള്ള എതിർപ്പല്ല, അവിടുത്തെ കുറച്ച് ആരാധകരോടുള്ള ഒരു എതിർപ്പാണ്. അതായത് സ്വന്തം ടീമിലുള്ള കളിക്കാരൻ തന്നെ ഔട്ടായിട്ട് അടുത്ത കളിക്കാരൻ വരാൻ വേണ്ടിയിട്ട് ആർത്ത് വിളിക്കുന്ന ഒരു ഫാൻസ് ഉള്ള ഒരു ടീമാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല, നമ്മൾ ടീം ജയിക്കണം എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. കാരണം ടീം ജയിക്കണം അവസാനം, അതാരും ഇറങ്ങിയല്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പോൾ ഈ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്രയും ആരാധകരുള്ളത് ഈ ധോണി എന്നുള്ളൊരു എക്സ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ധോണി ഇഷ്ടമാണ്. കാരണം ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനാണെങ്കിലും, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായ നിലയിലും ധോണി എന്നുള്ളൊരു കളിക്കാരനെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ധോണി എല്ലാ കളിയിലും ധോണിക്ക് ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കണം കളിക്കുന്ന കളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ടീമിനെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീമിനെ ജയിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത ടീമാണ്. പക്ഷേ ഈ കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് നമ്മൾ രാജസ്ഥാൻ റോയൽസിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. പക്ഷേ നമ്മളെ മോശം സമയമായതുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് വിട്ട് സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നു. നമ്മളിപ്പോൾ എന്നെപ്പോലത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ ഈ സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നതുകൊണ്ട് ചെന്നൈയിൽ ആരാധകരായ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും അതിലൊരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിനി ചെന്നൈ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും ഈ എക്സ് ഫാക്ടറുകൾ വെച്ച് മാത്രം ഇപ്പം ചെന്നൈ ഇപ്പോൾ ജഡേജയെ കൊടുത്തിട്ട് സഞ്ജുവിനെ എടുത്തു. അപ്പോൾ സഞ്ജു ഒരു എക്സ് ഫാക്ടറാണ്. അപ്പോൾ ഈ സഞ്ജുവിനെ വെച്ച് മാത്രം കളി ജയിക്കുക എന്ന് പറഞ്ഞത് ജയിക്കുമെന്ന് വിചാരിക്കുന്നതിൻ്റെ മണ്ടത്തരമാണ്. ഇപ്പോൾ ഇവർ പുതിയ കളിക്കാരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തിരഞ്ഞെടുത്ത പുതിയ കളിക്കാർ അതിൽ കുറച്ചുകൂടെ പൈസ സ്പെൻഡ് ചെയ്ത്, കുറച്ചെന്ന് വെച്ചാൽ ഇപ്പം ചില കളിക്കാർക്ക് മാത്രം തന്നെ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യണതിന് പകരം കുറച്ചധികം നമ്മുടെ ഡൊമസ്റ്റിക് ലെവലിൽ കളിച്ച കുറച്ച് കളിക്കാരെ കൂടെ എടുത്തുനിന്ന് ഇപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ അവസ്ഥയാണെങ്കിലും അവർ നല്ല പ്ലേയേഴ്സിനെ, ബോളേഴ്സിനാണെങ്കിലും ബാറ്റ്സ്മാൻമാരാണെങ്കിലും അവർ എടുത്തു. അതുപോലെ ചെന്നൈക്കും എടുക്കാമായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കുന്ന കളിക്കാരുടെ പരിക്ക്. കഴിഞ്ഞ വർഷം ഋതുരാജ് ഗെയ്ക്വാദ്, ധോണി രണ്ടുപേർക്കും പരിക്കായിരുന്നു. ഋതുരാജിന് പകുതി വെച്ച് പിന്നെ കളിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ആയുഷ് മാത്രമേ, ഖലീൽ മുഹമ്മദ്, ഇവർ രണ്ടുപേരും കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ എന്ത് സ്ട്രക്ചറിലാണ് ഈ കളിക്കാരെ ഇത്രയും പരിക്ക് പറ്റുന്നതെന്ന് ടീം മാനേജ്മെൻ്റ് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മളെ സ്വന്തം സഞ്ജു അണ്ണൻ, ലോകത്തിലെ ഒരു കളിക്കാരന് നിങ്ങളാരും ഔട്ടാക്കണ്ട, ഞാൻ ഔട്ടായിക്കോളാം എന്ന് വിചാരിക്കുന്ന ഒരു കളിക്കാരനുണ്ടെങ്കിൽ അത് നമ്മൾ അണ്ണനാണ്. കാരണം SRHൻ്റെ ബൗളർമാർ വൈഭവ് സൂര്യവംശിയെയും എല്ലാ ആൾക്കാരെയും വരിഞ്ഞ് മുറുക്കിയ ഒരു ബൗളിംഗ് നിരയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ബഹുമാനം കൊടുത്ത് കളിക്കാമായിരുന്നു. കാരണം അവരത്രയും മോശം കളിക്കാരല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുംബൈ ചെന്നൈ കളിയിൽ മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ക്യാപ്റ്റൻസിയാണ്. മോശമെന്ന് പറയുന്നില്ല, പക്ഷേ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉള്ള ക്യാപ്റ്റൻസി പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഗേക്വാദിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പന്ത് ചോർന്നു പോകും. ശിവം ദുബെ എത്ര 2-3 ക്യാച്ച് ഇത്രയും കളികളിലായിട്ട് വിട്ട്. അപ്പം ഫീൽഡിങ്ങും പരിതാപകരമാണ്. പിന്നെ ക്യാപ്റ്റൻ്റെ ബാറ്റിംഗ്, ക്യാപ്റ്റൻ മൊത്തം ടെൻഷനില്ല. കാരണം ഇനിയിപ്പോൾ സഞ്ജു ഒറ്റ ക്യാപ്റ്റൻസി അടിച്ചു മാറ്റും അങ്ങനെയാണോ അറിയില്ല, പക്ഷേ ഫുള്ള് ടെൻഷനില്ല ആശാൻ. എന്നുവെച്ചാൽ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ചുരുക്കം ചില കളിക്കാരിൽ ഒരാളാണ് ഗെയ്ക്വാദ്. പക്ഷേ അങ്ങയുടെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഗെയ്ക്വാദും തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ IPL-ൽ എപ്പോഴും വേണമെങ്കിലും പിന്നെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ. ഏറ്റവും മോശമായിട്ട് ഇമ്പാക്റ്റ് പ്ലെയറെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ചെന്നൈയാണ്. കാരണം SRH ആയിട്ടുള്ള കളിയിൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് പ്ലെയറെ ഇറക്കി കളി ജയിപ്പിക്കാമായിരുന്നു. പക്ഷേ അതും അവർ ചെയ്തില്ല. ഇത് ക്രിക്കറ്റാണ്,
ഇത് IPL ആണ്. ആർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും, തിരിച്ചൊന്ന് കളി ജയിപ്പിക്കാൻ പറ്റും, ഒരു കളിയെ തിരിക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കളിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ബൈ.